എന്തിനു വേണ്ടിയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്ര? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണെന്ന് ആളുകളെ ബോധിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ആരോഗ്യമന്ത്രിയെ കാണാൻ ആരെങ്കിലും വന്നാൽ അവരെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കയറ്റിവിടില്ലല്ലോ. പിന്നെ എന്തേ ആ ആരോഗ്യമന്ത്രിക്ക് കേന്ദ്രത്തിൽ നിന്നും അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വെച്ചുപിടിച്ചതങ്ങ് കേന്ദ്രത്തിലേക്ക്? ഈ പ്രഹസനങ്ങൾ കണ്ടു നിൽക്കുന്ന ജനങ്ങൾ പൊട്ടരാണോ എന്ന് ആരോഗ്യമന്ത്രി ധരിച്ചോ? ഈ സമയത്താണ് BJPയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വെല്ലുവിളി വീണ്ടും അർത്ഥവത്താവുന്നതും ചർച്ചയാവുന്നതും. വീണ ജോർജിന് ഡൽഹിയിൽ പോയി സമരം ഒത്തുതീർത്ത് പ്രശ്നപരിഹാരം വേണമെങ്കിൽ നമ്മുടെ ശോഭാജിയോട് ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു? അപ്പോയിന്റ്മെന്റ് എപ്പോഴും റെഡിയാകുമായിരുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചതോ? നാണം കെട്ട് നാറി ആരോഗ്യമന്ത്രിയുടെ ഒരു ഡൽഹി യാത്ര. തലസ്ഥാനത്ത് ആശമാർ നടത്തുന്ന സമരം ശക്തമായിരിക്കുകയാണ്. അവർ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ സമയത്താണ് സമരം ഒത്തുതീർക്കുക എന്ന ലക്ഷ്യം ആൾക്കാരെ ധരിപ്പിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയത്. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്ന ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വരുത്തിത്തീർക്കൽ. ഈ സമയത്ത് സർക്കാരിന്റെ ആരോഗ്യമന്ത്രി വിചാരിച്ചു ഒന്ന് പ്രഹസനം കാണിക്കാമെന്ന്. അങ്ങനെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒന്ന് ഡൽഹി കാണാൻ ഒരു പൂതി തോന്നി. ആ പൂതി ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആശാമാരുടെ സമരം ഒത്തുതീർക്കുക എന്ന ഒരാശയം മുന്നോട്ട് കൊണ്ടുവച്ചത്. പിന്നെ ഒട്ടും താമസില്ല, ഡൽഹിയിലേക്ക് അങ്ങ് വെച്ചുപിടിച്ചു. എന്തിനായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ ഈ യാത്ര? മാധ്യമ പ്രവർത്തകയായി സേവനമനുഷ്ഠിക്കുകയും മന്ത്രി കസേരയിൽ കയറി ഇരിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, ഒരു അനുവാദം വാങ്ങിക്കുക എന്ന കാര്യം പോലും ചെയ്യാൻ അറിയാതെയാണ് ഇവരുടെ യാത്ര. പേരെന്തായിരുന്നു? ആശമാരുടെ പ്രശ്നപരിഹാരത്തിന് കാണാനുള്ള ശ്രമം. ഇതായിരുന്നു വീണ ജോർജിന്റെ ഡൽഹിയിലെ ആഗ്രഹത്തിന്റെ പേര്. ആശ എന്നത് കേന്ദ്ര പദ്ധതിയാണെന്നും വേതന വർധനവ് ആയതുകൊണ്ട് തന്നെ അവരാണ് നടപ്പാക്കേണ്ടതെന്നുമായിരുന്നു. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ എല്ലാ വഴിയും തേടുന്നുണ്ട് എന്ന രീതിയിൽ വാർത്തയും വന്നു. അതായത് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ അപ്പോയിന്റ്മെന്റ് ശ്രമം നടത്തുമെന്നും അത് ലഭിച്ചാൽ നേരിൽ കാണുമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാദവും വിശദീകരണവും. ലോക്സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് രാവിലെ ഡൽഹിയിൽ വന്ന് കാണാൻ അനുമതി ചോദിച്ചാൽ ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു ദിവസം വീണ്ടും ആ പേരും പറഞ്ഞ് ഡൽഹിയിലേക്ക് വരാലോ. ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നും പുറപ്പെട്ട ആരോഗ്യമന്ത്രി വീണ്ടും ആശമാരെ പറ്റിച്ചു എന്നതാണ് സത്യം. എന്നാൽ ഡൽഹിയിലെത്തിയതോടെ മന്ത്രി വീണ ആകെ അങ്ങ് പാടെ മാറി. ക്യൂബയും കേരളവും തമ്മിലുള്ള ആരോഗ്യ മേഖലയിൽ സഹകരണം സംബന്ധിച്ച തുടർ ചർച്ചകളാണ് മന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട. ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തുകയായിരുന്നു. അവരെ കാണാനാണ് ധൃതി പിടിച്ച് മന്ത്രി ഡൽഹിയിലേക്ക് എത്തിയതെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശിച്ചപ്പോൾ ധാരണയായ വിഷയങ്ങളിലായിരുന്നു തുടർ ചർച്ച എന്നാണ് ലക്ഷ്യവും. എന്തായാലും നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആശയം, ഇവിടെ എത്തിയപ്പോൾ വേറൊരു ചർച്ചയും. ഇങ്ങനെ മലക്കം മറിച്ചിൽ വീണ ജോർജ് എന്ത് നേടി? വെറുതെ ആളുകളെ പൊട്ടരാക്കുക എന്നതിനപ്പുറം വേറൊന്നും സമ്പാദിച്ചില്ല. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.